കഴിഞ്ഞ ക്ലാസ്സുകളിൽ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്തിരുന്നത്. അങ്ങനെ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കുറേ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മീൻസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കത്തില്ല ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം ഞാനൊരു സ്ഫിയർ വരയ്ക്കുകയാണ്. അപ്പം യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് ഈ ഒരു സ്ഫിയറിന്റെ എല്ലാ ഭാഗത്തും ഒരേപോലെയാണ് ചാർജുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇനി ആ സെയിം സ്ഫിയറിൽ തന്നെ ചാർജുകൾ ചിലയിടത്ത് കൂടുതൽ, ചിലയിടത്തില്ല, പിന്നെ മറ്റൊരിടത്ത് എന്താണ് നേരത്തെ ഒരു നോൺ യൂണിഫോം ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഒരേപോലെ അല്ലാത്ത ഡിസ്ട്രിബ്യൂഷൻ, ഇതിനെയാണ് നമ്മൾ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഡീൽ ചെയ്യുന്ന കംപ്ലീറ്റ് സിസ്റ്റംസും 3D സിസ്റ്റംസ് ആയിരിക്കും. അപ്പോൾ 3D സിസ്റ്റങ്ങളിൽ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ ഈ നോൺ യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം അവിടെ ഈ ചാർജ് ഡെൻസിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ട്. സോ അത് കൂടുതലും കൺവീനിയൻ്റ് ആയിട്ട് വരുന്നത് 3D സിസ്റ്റങ്ങളിലായിരുന്നു. അപ്പോൾ അത് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. പരീക്ഷയൊക്കെ ചോദിക്കുന്നതും 3D സിസ്റ്റംസിൻ്റെ കാര്യമാണ്. സോ നമ്മൾ 3D സിസ്റ്റംസ് ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 3 ഡയമെൻഷണൽ സിസ്റ്റത്തിന്റെ ചാർജ് ഡെൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താ? റോ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി വി. ചാർജ് പെർ യൂണിറ്റ് വോളിയം എന്നുള്ളതാണ് ചാർജ് ഡെൻസിറ്റി റോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡി ക്യൂ എന്നുള്ളത് എങ്ങനെ എഴുതാം? ഈസ് ഈക്വൽ ടു റോ ടൈംസ് ഡി വി എന്ന് എഴുതാം. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ ഡി വി. നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണിത്. ഇനി പുതുതായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് ലിമിറ്റുകളുടെ കാര്യമാണ്. അതായത് നോക്കിയാൽ ഈ ഒരു ഇന്റഗ്രേഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം രണ്ട് കേസുകൾ ഞാനിവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഇ ഔട്ടും രണ്ടാമത്തേത് ഇ ഇന്നും. ഇ ഔട്ട് എന്ന് പറയുന്നത് വെളിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ വെളിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ബോഡി ലിമിറ്റ്സ് ആണ്. ബോഡി ലിമിറ്റുകൾ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു സ്ഫിയർ എടുക്കുക. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എവിടെ തൊട്ട് എവിടെ വരെയാണ് വേരി ചെയ്യുന്നത്? 0 തൊട്ട് ക്യാപിറ്റൽ ആർ വരെയാണ് വേരി ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ബോഡി ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നോക്കുക, ഇൻസൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോസിയൻ ലിമിറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് ഗോസിയൻ ലിമിറ്റ്സ് എന്നുള്ളത് നോക്കാം. അതായത് ഒരു ബോഡി ഉണ്ട്, അതിന്റെ വെളിയിലാണ് ഗോസിയൻ സർഫസ്. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്. ആ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് സ്മോൾ ആർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 0 തൊട്ട് സ്മോൾ ആർ എന്നുള്ളതാണ് ഈ ഗോസിയൻ ലിമിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി. അപ്പം വെളിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇന്റഗ്രലിന്റെ ലിമിറ്റ് വരുന്നത് ബോഡി ലിമിറ്റ്സ് ആണ്. ബോഡി ലിമിറ്റ് വരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ കഴിഞ്ഞ 2 വീഡിയോകളിൽ പറഞ്ഞിരുന്നു. കാരണം ഇപ്പം 0 ടു ക്യാപിറ്റൽ ആർ ആണ് ആ ബോഡിയുടെ റേഡിയസ് എങ്കിൽ അതിന് വെളിയിലേക്ക് പിന്നെ ചാർജ് ഇല്ല. അപ്പോൾ പിന്നെ അത് എന്താ ആ ക്യാപിറ്റൽ ആറിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ ഫിസിക്കൽ സിഗ്നിഫിക്കൻസും അവിടെ ഇല്ല. അത് കാരണമാണ് നമ്മൾ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാത്തത്. ഇനി അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മളൊരു സ്ഫിയറിനെ കൺസിഡർ ചെയ്യുവാണ്. റേഡിയസ് ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ളൊരു പ്രോബ്ലം ആണിത്. ഓക്കെ. അപ്പം ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ളൊരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിരിക്കുന്നത് റോ എന്നിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. റോയുടെ വാല്യൂ സി ആർ ആയിരിക്കും. എപ്പോ? ഇഫ് റേഡിയസ്, അതായത് സ്മോൾ ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അതായത് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ആറിന്റെ ഉള്ളിലാണ്, അതായത് ഒരു സ്ഫിയർ ആണെന്നിരിക്കട്ടെ. ഓക്കെ, സ്ഫിയർ ആണിത്. അപ്പം അതിന്റെ ഉൾഭാഗത്തുള്ള ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ സി ആർ ആണ്. അതേപോലെ വെളിയിലോട്ട് പോയാലോ ഇതിന്റെ വാല്യൂ 0 ആണ്. റോ ഈസ് ഈക്വൽ ടു സി ആർ എവിടെ? ആ ബോഡിയുടെ ഉള്ളിൽ. റോ ഈസ് ഈക്വൽ ടു 0 എവിടെ? ആ ബോഡിയുടെ വെളിയിൽ. ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താണ്? ഇ ഔട്ട്, ഈ സർഫസ്, അതേപോലെ ഈ ഇൻസൈഡ്, ഇതെല്ലാം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ഔട്ട് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഔട്ട് എന്ന് പറയുന്നത് അതിന്റെ വെളിയിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ വെളിയിൽ, അതായത് ആ ഒരു സ്ഫിയറിന്റെ വെളിയിൽ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗോസസ് ലോ ആണ്. ഗോസസ് ലോയുടെ എക്സ്പ്രഷൻ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ക്യൂ എൻക്ലോസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൻക്ലോസ് ചെയ്യപ്പെട്ട ചാർജ്. ഗോസിയൻ സർഫസിന്റെ ഉള്ളിലുള്ള ടോട്ടൽ ചാർജിനെയാണ് ക്യൂ എൻക്ലോസ്ഡ് എന്ന് വിളിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്യൂ എൻക്ലോസ്ഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമുക്ക് ക്യൂ എൻക്ലോസ്ഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ക്യൂ എൻക്ലോസ്ഡ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ റോ ടൈംസ് ഡി വി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഹിയർ നോക്കിക്കേ, ഇവിടെ ഹിയർ ഫ്രം 0 ടു ക്യാപിറ്റൽ ആർ റോ ഈസ് ഈക്വൽ ടു സി ആർ. എക്സ്പ്രഷൻ പ്രകാരം നമുക്ക് തന്നിട്ടുള്ള ലിമിറ്റ് എന്തായിരുന്നു, അതായത് കണ്ടീഷൻ എന്തായിരുന്നു, റോയുടെ വാല്യൂ സി ആർ ആണ്, അതേപോലെ 0യും വരും. സി ആർ വരുന്നത് എപ്പോഴാണ്, വെൻ സ്മോൾ ആർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, റോ ഈസ് ഈക്വൽ ടു 0 വെൻ ഓക്കെ ആർ ഈസ് ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ എന്നുള്ള കണ്ടീഷൻ ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 0 ടു ക്യാപിറ്റൽ ആർ വരെയാണെങ്കിൽ റോയുടെ വാല്യൂ സി ആർ ആണ്. ഇനി ആറിൻ്റെ വാല്യൂ ഇൻഫൈനൈറ്റ്, അതായത് ആർ ടു ഇൻഫിനിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ബോഡിയുടെ വെളിയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോയുടെ വാല്യൂ അവിടെ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രലിൽ 0 ടു ക്യാപിറ്റൽ ആർ സി ആർ ഇൻറ്റു ഡി വി ഒരു പ്ലസ് എന്താണ് ക്യാപിറ്റൽ ആർ ടു ഇൻഫിനിറ്റി 0 ഇൻറ്റു ഡി ആർ എന്നായിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാത്തത്. അത് ഇതിൻ്റെ കൂടെ ചേർക്കാത്തതിൻ്റെ കാരണം അതാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ഒരു ഡി വി എന്ന ഒരു ടേം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 3D കേസിൽ ആ ഒരു ഡി വിയെ നമ്മൾ പഠിച്ചിട്ടുള്ളൊരു, നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റം എല്ലാം സോൾവ് ചെയ്യാൻ നേരത്ത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ 3D സ്പേസിൽ ഈ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റിൽ ഇപ്പം ഡി എക്സ് ഡി വൈ ഡി സെഡിനെ നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാനായിട്ട് പറ്റും. അതായത് ആർ സ്ക്വയർ ഡി ആർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുവാണെങ്കിൽ ഇതൊരു സ്ഫിയർ ആണല്ലോ. അപ്പോൾ സ്ഫിയർ എടുക്കുവാണ്, നമ്മളിവിടെ ആറ് മാത്രമേ വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ഈ ഒരു ഗോസിയൻ സർഫസ് ആണിത് അല്ലെ, അതിന്റെ അവിടെ വേരിയബിൾ ആയിട്ടുള്ളത് 6 മാത്രമാണ്. അപ്പോൾ 6 മാറുന്നതിനനുസരിച്ചിട്ട് സർഫസ് മാറും. അപ്പോൾ ഇവിടെ തീറ്റയും അതേപോലെ ഫൈ ഒക്കെ കോൺസ്റ്റന്റ് ആണെന്നുള്ള അസംഷനിലാണ് നമ്മൾ ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം തീറ്റയുടെ ലിമിറ്റ് 0 ടു പൈ ആണ്, അതേപോലെ ഫൈയുടെ ലിമിറ്റ് 0 ടു 2 പൈ ആണ്. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരിക, 4 പൈ എന്നുള്ള വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ ഈ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈയെ ചുരുക്കി 4 പൈ എന്ന് എഴുതി. അപ്പം ഫൈനലി എന്താ വന്നത്, ആർ സ്ക്വയർ ഡി ആർ 4 പൈ എന്ന് വരും. അപ്പോൾ ഡി വിക്ക് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആർ സ്ക്വയർ ഡി ആർ ഇൻറ്റു 4 പൈ എന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്ത് കിട്ടുന്ന ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ 0 ടു ക്യാപിറ്റൽ ആർ സി ആർ ഇൻറ്റു ആർ സ്ക്വയർ ഡി ആർ 4 പൈ. 4 പൈ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അതേപോലെ സി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 4 പൈ ഇൻറ്റു സി വെളിയിൽ എഴുതാം നമുക്ക്. എന്നിട്ട് ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണ് വരുന്നത്, ആർ ക്യൂബ് ഇൻറ്റു ഡി ആർ. നേരത്തെ ആറും അതേപോലെ ഇപ്പോഴത്തെ ആർ സ്ക്വയറും കൂടി ചേർന്ന് ആർ ക്യൂബായി. ഇനി അതിനുശേഷം ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. ആർ ക്യൂബിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ആർ പവർ 4/4 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണ് ദേ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4ഉം 4ഉം ക്യാൻസൽ ആയി പോകും. റിമൈനിങ് പൈ സി ആർ പവർ 4 ആണ് എഴുതുന്നത്. ഇനി നൗ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു പൈ സി ആർ പവർ 4/ε0. എന്ത് ചെയ്തു, സാധാരണ ഗോസസ് ലോയിലേക്ക് ഇത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് ക്യൂ ആണ്. ഓക്കെ, അപ്പം ഗോസസ് ലോവിന് Q/ε0 ആണല്ലോ എക്സ്പ്രഷൻ. ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, പൈ സി ആർ പവർ 4/ε0 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു സ്റ്റെപ്പ് നോക്കുക. അതായത് ഇ ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈ സി ആർ പവർ 4/ε0 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പൈ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ 4 താഴോട്ട് ഇങ്ങോട്ട് പോവും. പിന്നെ ആർ സ്ക്വയർ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സ്മോൾ ആർ സ്ക്വയർ ആണ്. എന്തുകൊണ്ടാണ് സ്മോൾ ആർ സ്ക്വയർ വന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് എപ്പോഴും ഗോസിയൻ സർഫസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്, ഈ ഔട്ടാണ്. അതായത് ആ ബോഡിയുടെ, ഇത് ബോഡിയാണെങ്കിൽ അതിന് വെളിയിലായിട്ടാണ് ആര് വരുന്നത്, ഗോസിയൻ സർഫസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് എന്തായിരിക്കും, സ്മോൾ ആർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ സ്മോൾ ആർ വന്നിട്ടുള്ള സ്മോൾ ആർ സ്ക്വയർ വന്നതിൻ്റെ കാരണം അതാണ്. അപ്പം 4 പൈ ആർ സ്ക്വയർ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 4 പൈ ആർ സ്ക്വയർ എന്നുള്ളത് എന്താണ്, ഒരു സ്ഫിയറിൻ്റെ സർഫസ് ഏരിയയുടെ എക്സ്പ്രഷൻ ആണ് അല്ലേ. സർഫസ് ഏരിയ ഓഫ് സ്ഫിയറിൻ്റെ എക്സ്പ്രഷൻ 4 പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടുത്തെ ഗോസിയൻ സർഫസ് ആണ് ഇവിടുത്തെ സ്ഫിയർ. അപ്പോൾ ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് സ്മോൾ ആർ ആണ്, അതുകൊണ്ടാണ് സ്മോൾ ആർ സ്ക്വയർ വന്നത്. അപ്പോൾ പയ്യും പയ്യും നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. പയ്യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്
ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തി ഈ താഴെ കാണുന്ന എക്സ്പ്രഷനിലേക്ക് നമുക്ക് എത്താം. സി ഇൻറ്റു ക്യാപിറ്റൽ ആർ പവർ 4/4 എപ്സിലോൺ 0 ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ. അതാണ് ഇത് ഇ ഔട്ടിൻ്റെ വാല്യൂ. ഈ സെയിം രീതിയിൽ നിങ്ങൾ ഈ ഓണും അതേപോലെ ഈ ഇന്നും കണ്ടുപിടിക്കുക. ഈ ഓൺ എന്ന് പറയുമ്പോൾ സ്മോൾ ആറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ ആർ ആവുന്നു. ഇത് ഈ ഔട്ടിൻ്റെ എക്സ്പ്രഷനിൽ ഇതിപ്പോൾ സ്മോൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് ഈ ഓൺ കിട്ടും. അത് സിമ്പിളാണ്. അതേപോലെ ഈ ഇൻ കൂടി നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം. അപ്പം അത് നിങ്ങൾക്ക് തരുന്നൊരു വർക്കാണ്. അപ്പോൾ ഈ കണ്ടുപിടിച്ച രീതി തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രോബ്ലവും ഈ ഒരു സെയിം പ്രൊസീജിയറിലാണ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ഹോംവർക്ക് കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ഹോംവർക്ക് കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. 4 ചാർജ് ഡെൻസിറ്റികളാണ് തന്നിട്ടുള്ളത്. എല്ലാം ഞാൻ തന്നിട്ടുള്ളത് റോ ആണ്. റോ എന്നുള്ളത് വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇ ഔട്ട്, അതേപോലെ ഇ ഇൻ, അതേപോലെ ഇ ഓൺ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് കണ്ടുപിടിച്ചിട്ട് അതെനിക്ക് ഗ്രൂപ്പിൽ അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.